ഗായ്സ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് 5 ആയിരിക്കുകയാണ് ഗൈസ്. ഓരോ ദിവസം ബിഗ് ബോസ് ഇങ്ങനെ എപ്പിസോഡുകൾ വന്നുകൊണ്ടിരിക്കുമ്പം ഓരോ ആൾക്കാരാണ് ഇങ്ങനെ ഉയർന്നുയർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മുടെ കണ്ണിൽ പെട്ടത് അനീഷ് ആയിരുന്നു. അനീഷിന്റെ ആ ഒരു വ്യത്യസ്തമായ സ്വഭാവം കാരണം പുള്ളിയെ നോട്ടീസ് ചെയ്യപ്പെട്ടു. പിന്നെ അതുപോലെ ഷാനവാസ് ഇതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി, കാരണം സ്ക്രീൻ സ്പേസ് ഒക്കെ കിട്ടി തുടങ്ങി, മാനിപ്പുലേഷനും പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പം അക്ബറാണ് ഗൈസ്. അക്ബറിന് നല്ലൊരു പോപ്പുലാരിറ്റി വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ പോപ്പുലാരിറ്റി ഒരു നെഗറ്റീവ് ഇതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ പുള്ളി ഒരു ഭയങ്കര നല്ലൊരു ഗെയിമറാണ്. ഫിസിക്കൽ ടാസ്ക് ഒക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്പം പുള്ളി ഫസ്റ്റ് ആവുന്നുണ്ട്, അങ്ങനെ പുള്ളി നോട്ടീസ് ചെയ്യപ്പെടുന്നുണ്ട്. അതല്ലാതെ പുള്ളിയുടെ വർത്താനങ്ങളും പുള്ളിയുടെ ആക്ടിവിറ്റീസും ഒക്കെ കുറച്ച് നെഗറ്റീവാണ്. ഒരു ടോക്സിക്, ഒരു ഭയങ്കര ഹേട്രഡ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന ടൈപ്പ് ഒരാളെ പോലെ. അതായത് നമുക്കൊരു നല്ലൊരു ആ ഒരു ഇംപ്രഷൻ വരുന്നില്ല. പുള്ളിക്കൊരു നെഗറ്റിവിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ തന്നെ മറ്റേ രേണു സുധീനെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു. അത് ടാസ്ക് ആണ്, ടാസ്കിൽ എന്തെങ്കിലും ഒരു പേര് പറയണം എന്നുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. പക്ഷെ സെപ്റ്റി ടാങ്ക് എന്നുള്ള ആ പറച്ചിൽ കുറച്ച് കൂടുതലായിരുന്നു. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ വ്യക്തിയെ എന്തുകൊണ്ടാണ് നിങ്ങളത് പറയുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല, ഒബ്വിയസ്ലി അതൊരു വളരെ മോശം രീതിയിലുള്ള ഒരു കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരാൾക്കൊരു പേര് കൊടുത്തത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ഈ രേണു സുധി ബിഗ് ബോസിന്റെ ഉള്ളിൽ വന്നിട്ട് പുള്ളി എന്തെങ്കിലും ചെയ്തോ? അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ഉള്ളിൽ വന്നിട്ട് ഇവരുടെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ, എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇത്, അല്ലെ പുള്ളിക്കാർക്ക് അങ്ങനെ ഒരു പേര് കൊടുക്കാൻ മാത്രം ഒരു സംഭവം ഉണ്ടായോ? ഇല്ലല്ലോ. രേണു സുധിക്ക് പുറത്ത് എങ്ങനെയുള്ളൊരു ഇമേജാണ്, രേണു സുധി ആൾക്കാർ എങ്ങനെ കാണുന്നു, അല്ലെങ്കിൽ രേണു സുധിക്കുള്ള ഹേട്രഡ്. അപ്പൊ പുള്ളിക്കാരിയെ ഇങ്ങനെ ഒരു മോശം രീതിയിൽ പറഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർ, പുറത്തുള്ള ആൾക്കാർ പുള്ളിയെ ശരിയാ അവളോട് അത് തന്നെ പറയണം എന്ന് പറയും എന്നുള്ളൊരു തോട്ടിന്റെ പുറത്താണ് അങ്ങനെ ഒരു പേര് പുള്ളിക്കാരിക്ക് അവൻ കൊടുത്തത്. അതേപോലെ ഷാനവാസിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഷാനവാസിന് എന്ന് വെച്ചാൽ ഷാനവാസ് ഒരു കോമ്പറ്റീഷൻ ആണെന്നുള്ളൊരു തോന്നല്. ഷാനവാസിന് ഫാമിലി ഓഡിയൻസ് സപ്പോർട്ട് ചെയ്യും, അല്ലെ ഷാനവാസിന് പോപ്പുലാരിറ്റി ഉണ്ട്, ഷാനവാസിന്റെ സീരിയൽ ഒരു പോപ്പുലർ സീരിയലായിരുന്നു, അങ്ങനെ ഉള്ളത് കൊണ്ട് ഒരു കോമ്പറ്റീഷൻ ആകും എന്നുള്ളതല്ലാതെ ഇവരുടെ ഇടയ്ക്ക് ഓക്കെ, ഷാനവാസിന്റെ കാര്യം പിന്നെയും പറയാം, ഇവിടെ ഉള്ളിൽ വന്നിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ കൊണ്ട് ഒരു ഹേട്രഡ് ഉണ്ടാവേണ്ട ആവശ്യം എന്താണ്? അപ്പൊ ഈ അക്ബറിന്റെ ഫുൾ ആക്ടിവിറ്റീസ് ഒരു നെഗറ്റീവ്, ഒരു ഹേട്രഡ്, ഒരു ദേഷ്യം. ഞാനൊരു ഈ ഒരു ലെവലിൽ നിൽക്കുന്ന ആളാണ്, ബാക്കിയുള്ളവരെയൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കും. ഈ ഒരു കൈൻഡ് ഓഫ് സാധനം വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളി ഭയങ്കര നന്നായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ ആരെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാമോ അതൊക്കെ ചെയ്യുന്നുണ്ട്. ഷാനവാസിന്റെ മാനിപ്പുലേഷനിൽ നമുക്ക് ആ ഒരു അഗ്രസീവ്നെസ് കാണുന്നില്ല. നമുക്ക് തോന്നുന്ന ഒളിച്ചിരുന്ന് എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നു, അത് പിന്നെ ബാക്ക് ഫയർ ആയി പുള്ളി തന്നെ അവിടെ തോറ്റു പോകുന്നുണ്ട്. ബട്ട് ഈ കൈൻഡ് ഓഫ് മാനിപ്പുലേഷൻ ഇസ് സംവാട്ട് അങ്ങനത്തെ ഒരെണ്ണം ആള്. അക്ബർ ഈസ് ഫ്രണ്ട്സ് വിത്ത് അപ്പാനി ശരത്ത്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് എന്തൊക്കെയോ പ്ലാനിങ് ഒക്കെ ചെയ്ത് ബാക്കിയുള്ളവരുടെ കുറ്റവും പറഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ടാസ്കുകളൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ അപ്പാനി ശരത്ത് ഒരു കഥയില്ലാത്ത ചെക്കനാണ്. പുള്ളിയുടെ സ്വന്തം തലയിൽ പുള്ളി ഹീറോ ആണ്, പുള്ളി എല്ലാവരുടെയും മേലാണ്, ലീഡറാണ്, ബാക്കി എല്ലാവരെക്കാട്ടിയും ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് എന്തെങ്കിലും ഒരു തോന്നല. പക്ഷെ അതൊരു തോന്നൽ മാത്രമാണ്. അപ്പാനി ശരത്തിന് അത്ര കാര്യമായിട്ടുള്ളൊരു കുരുട്ടു ബുദ്ധി ഒന്നും ഉള്ളതായിട്ട് എനിക്ക് ആദ്യം തൊട്ടേ തോന്നുന്നില്ല, ഇപ്പോഴും തോന്നുന്നില്ല. കാരണം പുള്ളി ഈസിലി മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അക്ബർ അങ്ങനെയല്ല. അക്ബർ ഇച്ചിരും കൂടെ കാൽക്കുലേറ്റഡ് ആണ്. പുള്ളിക്ക് എങ്ങനെയെങ്കിലും പുള്ളി ജയിക്കണം എന്നൊറ്റ കാര്യമുള്ളൂ. ഈ കാണിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വെറുതെയാണ്, അതൊന്നും യാതൊരു അർത്ഥമില്ല. പക്ഷെ അപ്പാനി ശരത്ത് അങ്ങനെയുള്ള ഒരാളല്ല. അപ്പാനി ശരത്തിന് സുഖമായിട്ട് പണി കിട്ടും. അത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഗേൾസ് ഇതുവരെ എല്ലാവരും ഒന്നും അത്ര വിസിബിൾ അല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് ആൾക്കാർ വിസിബിൾ ആയി തുടങ്ങുന്നുണ്ട്. അനുമോൾ ആദ്യം തൊട്ടേ കുറച്ച് വിസിബിൾ ആണ്. പുള്ളിക്കാരി അങ്ങനെ ഭയങ്കര അതിശക്തമായ സംഭവങ്ങൾ പറയുന്നില്ലെങ്കിലും പുള്ളിക്കാരിക്ക് കിട്ടുന്ന സ്പേസിൽ പുള്ളിക്കാരി നല്ലത് കൊടുക്കുന്നുമുണ്ട്, നല്ല കോൺവെർസേഷൻ സംസാരിക്കുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരി ഓൾറെഡി അവിടെ ഉണ്ട്. പിന്നെ ബിന്നി എന്ന് പറഞ്ഞ ആ കുട്ടി കാണപ്പെടുന്നുണ്ട്. പുള്ളിക്കാരിയും നല്ല ഒരു ടാസ്ക് നന്നായിട്ട് ചെയ്യാനും പിന്നെ ഇങ്ങനെ ഓരോ ആക്ടിവിറ്റീസിൽ ആൾക്കാരെ ഔട്ട് ചെയ്യാനുള്ള സാധനങ്ങൾ ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള കുറച്ച് പുറമേ നിന്ന് കളിക്കുന്ന ആ ഒരു ടൈപ്പാണ്. പുള്ളിക്കാരിയും വിസിബിൾ ആവുന്നുണ്ട്. പിന്നെ ഗിസേൽ ഓൾറെഡി വിസിബിൾ ആയിട്ടുണ്ട്. ഗിസേലിന് ഇതുപോലെ അവസരങ്ങൾ കിട്ടുമ്പോൾ നല്ലതായിട്ട് സംസാരിക്കുന്നുണ്ട്. ശൈത്യമൊക്കെ കുറച്ചും കൂടി ഇങ്ങനെ പുറകെ നിൽക്കുന്നുള്ളൂ. അവസരങ്ങൾ കിട്ടുമ്പം പറയുന്നു ഉറക്കമില്ലായ്മ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാരണം അങ്ങനെ കാണപ്പെടാത്തതാണെന്ന് തോന്നുന്നു. പിന്നെ ആദില നൂറൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല, അങ്ങനത്തെ കോൺവെർസേഷൻസ് ഒന്നും കാണുന്നില്ല, എപ്പിസോഡിലൊന്നും കാണുന്നില്ല. ഇങ്ങനെ ക്യൂട്ടായിട്ട് പൂമ്പാറ്റകളെ പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു എന്നല്ലാതെ വേറെ ലൈം ലൈറ്റിലോട്ട് അങ്ങനെ അധികം വരുന്നില്ല. റെനെ ഫാത്തിമ, ആ കുട്ടിക്കും കുറച്ച് അവസരങ്ങൾ കിട്ടുമ്പോൾ ആ കുട്ടി സംസാരിക്കുന്നുണ്ട്. ഗെയിം കളിക്കുക എന്നുള്ളതാണ് ഐഡിയ, അല്ലാതെ ചുമ്മാ കലപില സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ ഈ കലാഭവൻ, സരിക, ഷാരിക
ഇവരൊന്നും അത്ര അങ്ങോട്ട് കാണുന്നില്ല. എപ്പിസോഡ് 5 തുടങ്ങുമ്പോൾ തന്നെ ഒരു രാവിലെ സമയമാകുമ്പോഴത്തേക്ക് ബിന്നിയും വേറെ ആരൊക്കെയോ ചേർന്നിട്ട് നമ്മുടെ ശൈത്യനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ടിലിൽ നിന്ന് ഉറങ്ങി കിടക്കുന്ന കട്ടിലിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവെക്കാൻ ശ്രമിക്കുന്നു. പകുതി ആയപ്പോഴത്തേക്ക് ശൈത്യം എണ്ണിക്കുന്നു. അങ്ങനെ ടാസ്ക് ഫെയിലായി. പക്ഷേ ദാറ്റ് വാസ് എ നൈസ് ട്രൈ. ബിന്നി ആയിരുന്നു അതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ. പക്ഷേ ഇറ്റ് വാസ് ഗുഡ്. എനിവേ അത് അങ്ങനെ ആയിപ്പോയി. അത് കഴിഞ്ഞിട്ട് പാട്ടൊക്കെ കഴിഞ്ഞിട്ട് ഷാനവാസിൻ്റെയും അനീഷിൻ്റെയും കുറച്ച് കളികളൊക്കെയാണ്. ബട്ട് ആ കോമ്പിനേഷൻ ഈസ് ഇൻട്രസ്റ്റിംഗ്. അനീഷിൻ്റെ വർത്താനം കേൾക്കാൻ നല്ല രസമാണ്. എനിക്കിഷ്ടമാണ് അനീഷിൻ്റെ വർത്താനം കേൾക്കാൻ. അപ്പോൾ ഷാനവാസും അനീഷും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറഞ്ഞ് കളിക്കുകയാണ്. അതൊക്കെ ആ കോമ്പിനേഷൻ കാണാൻ നല്ല രസമാണ്. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് രേണുസുതി ഇന്നലത്തെ സെപ്റ്റിക് ടാങ്കിൻ്റെ സംഭവം എടുത്ത് ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പുള്ളിക്കാരിയുടെ ആ ഒരു സ്പേസിൽ പുള്ളിക്കാരി ഒബ്വിയസ്ലി അത് ഒത്തിരിയും ഹേർട്ടായി കാണും. അതൊരു മോശം സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. പക്ഷെ പുള്ളിക്കാരി അത് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം. അപ്പോൾ അതിനെ വുമൺ കാർഡ്, വിധവ കാർഡ്, പിന്നെ അമ്മ കാർഡ്, കേരളത്തിലെ എല്ലാ വിധവകളെയും അമ്മമാരെയും സ്ത്രീകളെയും റെപ്രസെന്റ് ചെയ്തിട്ടാണ് രേണുസുതി നിൽക്കുന്നത്. അപ്പോൾ രേണുസുതി അങ്ങനെ വിളിച്ചാൽ കേരളത്തിലെ മൊത്തം വിധവകളെ വിളിക്കുന്ന പോലാണെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി അത് നൈസായിട്ട് യൂസ് ചെയ്തു. കുറേ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഒന്ന് നിർത്തി ചേച്ചി എന്നുള്ള സംഭവം ആയിട്ടുണ്ട്. അനുമോളൊക്കെ തന്നെ പറഞ്ഞു വിധവകളെ പറ്റിയൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല, ചേച്ചിയെ പറ്റിയാണ് പറഞ്ഞത്. അത് മോശമാണ്, പക്ഷേ കേരളത്തിലെ വിധവകളെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് കുറച്ച് നിർത്തിക്കോ എന്ന് പറഞ്ഞിട്ട് അതങ്ങ് അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റാർ ബാഡ്ജിന് വേണ്ടിയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് സെഷൻ ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ബിഗ് ബോസ് ഇങ്ങനെ പറഞ്ഞു, 2 പേർക്ക് സംസാരിക്കാം, ലൈക്ക് ആർഗ്യുമെന്റ് ചെയ്യാം, എന്തുകൊണ്ട് ഞാനാണ് ഈ ബാഡ്ജിന് ബെറ്റർ ഡിസേർവിംഗ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് ഒരു ആർഗ്യുമെന്റ് വെക്കാന്ന് പറഞ്ഞു. അപ്പം അവിടെ ഗിസേലും നെവിനും ഒനീലും ആര്യനും ഷാരികയും നൂറ ആദിലയും കൂടെ ആയിരുന്നു ആർഗ്യുമെന്റ്. അപ്പം ഗിസേലിന്റെ ആർഗ്യുമെന്റ്, ഞാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു, ഒരുപാട് മുറിവൊക്കെ ഉണ്ടായി, അതിനുവേണ്ടി ഞാൻ സ്ട്രഗിൾ ചെയ്തു, അപ്പം എൻ്റെ എഫേർട്ട് കണക്കാക്കണം, അതുകൊണ്ട് എനിക്ക് ബാഡ്ജ് തരണം എന്ന് പറഞ്ഞു. നെവിൻ പറഞ്ഞു, ഞാനാണ് കൂടുതൽ ഡിസേർവിങ്, ഞാൻ ബിഗ് ബോസിന് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ മുറിവുകളൊക്കെ നേടി, പക്ഷെ ഞാൻ അതൊരു ഗെയിം സ്പിരിറ്റ് ആയിട്ട് കണ്ടതുകൊണ്ട് അതിനെ എടുത്ത് കാണിക്കുന്നില്ല, പിന്നെ എനിക്ക് ഡ്രസ്സില്ലാതെ പറ്റത്തില്ല, ഞാനാണ് കൂടുതൽ ഡിസേർവിങ് എന്ന് പുള്ളി ഇങ്ങനെ കരഞ്ഞ് പറഞ്ഞൊക്കെ സംസാരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കും കാണുന്നവർക്കും ഒക്കെ തോന്നും ഇവനിത് കൊടുക്കണം, ഇവനിത് അർഹനാണെന്ന്. അർഹത എന്നൊരു കാര്യമൊന്നുമില്ല. കൂടുതൽ സംസാരിച്ചു എന്നുള്ളൊരു കേസിൽ നെവിനാണത് കിട്ടാൻ ഇതെന്ന് നമുക്ക് തോന്നും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഗിസേലിന് അത്ര അങ്ങനെ മലയാളത്തിൽ സംസാരിക്കാൻ അറിയത്തില്ല. പക്ഷെ അതൊരു ഡ്രോബാക്ക് ഒന്നുമല്ല. പുള്ളിക്കാരി മലയാളം സംസാരിക്കുന്നതാണ്, പുള്ളിക്കാരിക്ക് പോയിന്റ്സ് ഇത്ര കുറഞ്ഞു പോയി, അതാണ് കാര്യം. അങ്ങനെ നെവിന് ഡിസേർവിംഗ് ആയിട്ട് കണക്കാക്കി. പിന്നെ ആദില നൂറ ആൻഡ് ഷാരികയിൽ പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു കോൺവെർസേഷൻ അങ്ങനെയൊന്നും ഉണ്ടായൊന്നുമില്ല. ആദില നൂറയ്ക്ക് തന്നെയാണ് അത് കിട്ടിയത്. പിന്നെ ഒനീൽ ആൻഡ് ആര്യൻ സംസാരിച്ചു. 2 പേരും സംസാരിച്ചു. ഒനീൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ വീട്ടിൽ കിച്ചണിൽ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്, അപ്പം അത് വലിയൊരു എഫേർട്ടാണ്, അപ്പോൾ അത് കണക്കാക്കി എനിക്കിത് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ആര്യൻ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് പറഞ്ഞു, അതൊരു ടാസ്ക്കാണ്, കിച്ചണിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാസ്ക് ആയിട്ട് ചെയ്യുന്നുണ്ട്, ഞാനിവിടെ ബാത്റൂം ജോലി അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്, രണ്ടും ഈക്വലി ഇമ്പോർട്ടൻറ്റ് ടാസ്ക്കാണ്. അങ്ങനെ കിച്ചൺ ഡ്യൂട്ടി, ആഹാരം കൊടുക്കുന്നു എന്നൊരു, അഗെയിൻ ഇവര് നോബൽ പ്രൊഫഷൻ, സീക്രട്ട് കാര്യങ്ങൾ എന്നുള്ളൊരു സാധനം യൂസ് ചെയ്ത് ഇങ്ങനെ പറയുന്നുണ്ട്. ഡോക്ടറിന്റെ കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ. പക്ഷെ ഓഫ്കോഴ്സ് ആഹാരം കൊടുക്കുന്നത് ഒരു വലിയ കാര്യമാണ്, പക്ഷെ അതൊരു ടാസ്ക്കാണ്, ഒരു ജോലിയാണ്. അതേപോലെ വാഷ്റൂം കഴുകുന്നതും ഒരു ടാസ്ക്കാണ്, ഒരു ജോലിയാണ്. അതൊരു നോബൽ പ്രൊഫഷൻ അല്ല എന്ന് വെച്ച് അതിനകത്ത് എഫേർട്ട് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ ആർഗ്യുമെന്റ് അവിടെ ഇതായി. എന്തായാലും ആര്യൻ ഓൾസോ ഡിഡ് ബെറ്റർ. അപ്പോൾ ആര്യന് തന്നെ ബാഡ്ജ് കിട്ടുമായിരുന്നു. അങ്ങനെ ബാഡ്ജ് പോയപ്പോഴത്തേക്കും ഗിസേലിന് ആകെ പൊളിഞ്ഞു. കാരണം പുള്ളിക്കാരി എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം മേക്കപ്പ് യൂസ് ചെയ്ത് നല്ല പുള്ളിക്കാരി ഒരു മോഡലാണല്ലോ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ് പുള്ളിക്കാരിയുടെ കോൺഫിഡൻസ്. ബാഡ്ജ് പോയപ്പോൾ തന്നെ പുള്ളിക്കാരി ആകെ അങ്ങ് അലമ്പായപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്ക് മലയാളം അറിയാത്തതുകൊണ്ട് നിങ്ങൾ എന്നെ ഇന്റൻഷനലി ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പക്ഷെ അതിലത്തൊന്നും കാര്യമൊന്നുമില്ല, പുള്ളിക്കാരി പൊളിഞ്ഞ്, അതുകൊണ്ടാണ്. അപ്പോൾ ബാക്കിയുള്ളവരും അത് പറയുന്നുണ്ട്. പുള്ളിക്കാരിയുടെ ഐഡന്റിറ്റി തന്നെ ആ മേക്കപ്പും അതൊക്കെയാണ്. അത് പോയപ്പോഴത്തേക്കും പുള്ളിക്കാരി വീക്കായി എന്ന് പറയുന്നുണ്ട്. പുള്ളിക്കാരിയുടെ സാധനങ്ങൾ തിരിച്ച് ബിഗ് ബോസിന് കൊടുക്കണം. പുള്ളിക്കാരിക്ക് പക്ഷെ അത് പറ്റുന്നേ ഇല്ല. മേക്കപ്പ് യൂസ് ചെയ്തു, അതിന് ബിഗ് ബോസ് വഴക്ക് പറഞ്ഞു. അങ്ങനെ സ്വന്തം സാധനങ്ങൾ ഒന്നും കൈവെക്കാൻ പാടില്ല. പുള്ളിക്കാരി അവിടുന്ന് ഇവിടുന്ന് ഒക്കെ സാധനം കൊണ്ട് വെക്കുന്നുണ്ട്. പിന്നീടാണെങ്കിലും എപ്പിസോഡിലും എപ്പോൾ നോക്കിയാലും പുള്ളിക്കാരി ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നുണ്ട്. ബിഗ് ബോസ് എടുത്തു പറയുന്നുണ്ട്, 3-4 വട്ടം വാർണിംഗ് കൊടുത്തിട്ടുണ്ട്, ഇനി അത് യൂസ് ചെയ്താൽ, അതായത് റൂൾ ബ്രേക്ക് ചെയ്താൽ ഇത് പണിഷ്മെന്റ് ആയിരിക്കുമെന്ന്. ഗിസേൽ എവിടെ കേൾക്കുന്നു? ഗിസേൽ ഇതില്ലാതെ പറ്റത്തില്ല. രാത്രി ഉറങ്ങുമ്പോഴും പുള്ളിക്കാരി ലിപ്സ്റ്റിക്കും ഇട്ട് മേക്കപ്പ് ചെയ്തിട്ടാണ് ഉറങ്ങുന്നത്. കാരണം പുള്ളിക്കാരുടെ കയ്യിൽ തന്നെ ആ സാധനം ഉണ്ട്. അതില്ലാതെ ഒരു ഗിസേൽ ഇല്ല, മേക്കപ്പ് ഇല്ലാതെ ഗിസേൽ ഇല്ല എന്നുള്ളൊരു സാധനം ക്ലിയർ ആയിട്ട് അവിടെ കാണുന്നുണ്ട്. അതിനി അങ്ങോട്ട് എങ്ങനെ ആകും എന്നറിയത്തില്ല. ബിഗ് ബോസ് അതിന് മേ ബി ചിലപ്പം ആക്ഷൻ എടുക്കുമായിരിക്കും.
കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കൂട്ടം കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ പെമ്പിള്ളാരെല്ലാം കൂടി ഇരുന്ന് സംസാരിക്കുന്ന ഒരു ഇത് കാണുവാണ്. പക്ഷെ അവിടെ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരദൂഷണം പറയുവാണെന്ന് തോന്നുന്നില്ല. കാരണം അവര് വെല്ലുന്ന രീതിയിലാണ് അപ്പുറത്തിരുന്ന് പരദൂഷണം പറയുന്നത്. അപ്പാനി ശരത്ത്, അക്ബർ, അങ്ങനെയുള്ള കുറച്ച് പേര് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവളങ്ങനെ അവളിങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങൾ ഒരുപാട് നടത്തുന്നത് കൊണ്ട് പെമ്പിള്ളേരിരുന്ന് സംസാരിക്കുന്നതിനെ നമുക്ക് പരദൂഷണമായിട്ട് തോന്നത്തേ ഇല്ല. പക്ഷെ ആ കോൺവെർസേഷനിൽ അവരിങ്ങനെ പറയുന്നുണ്ട് അക്ബർ അത്ര ശരിയായിട്ടുള്ള ആളല്ല, അക്ബറിന്റെ നോട്ടം ശരിയല്ല, അങ്ങനെയൊക്കെ അനുമോള് സംസാരിക്കുന്നുണ്ട്. എന്തോ വി ഡോണ്ട് നോ, ബട്ട് അക്ബർ ഈസ് എ നെഗറ്റീവ് ഗൈ ഫോർ മീ. എനിക്ക് ആ പുള്ളിയോടുള്ള അങ്ങനെ ഒരു ഇംപ്രഷൻ ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസത്തെ ടാസ്കിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഈ ടാസ്ക്. ഇപ്രാവശ്യത്തെ ബിഗ് ബോസിന്റെ ടാസ്കുകളിൽ ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആരൊക്കെ എങ്ങനെയൊക്കെ ജയിച്ചാലും അൾട്ടിമേറ്റ്ലി ദ കൺട്രോൾ ഓവർ ദ ഗെയിം ഇസ് വിത്ത് ബിഗ് ബോസ്. കാരണം ഒരു റൗണ്ടിൽ ഇപ്പോൾ ഒരാൾ ജയിച്ചാൽ അയാൾ ജയിച്ചു എന്നല്ല അർത്ഥം. ആ കളിയെ വീണ്ടും അടുത്ത രീതിയിൽ മാറ്റിമറിക്കാൻ ബിഗ് ബോസ് പുതിയൊരു റൂൾ കൊണ്ടുവരും. പണി എന്നുള്ളൊരു പേരിൽ ടോട്ടൽ കൺട്രോൾ ബിഗ് ബോസിന്റെ കയ്യിൽ തന്നെയാണ്. അപ്പൊ ഒരു റൗണ്ട് ഒരാൾ ജയിച്ചാൽ അയാൾ അൾട്ടിമേറ്റ് ആകുമെന്നല്ല, അടുത്ത റൗണ്ട് വെച്ചിട്ട് അയാളെ തോപ്പിക്കുന്ന രീതിയാണ് ബിഗ് ബോസ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ ടാസ്കില് അക്ബർ ജയിച്ചായിരുന്നു. അപ്പൊ അക്ബറിന് ഒരാളെ എലിമിനേറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചപ്പോഴത്തേക്ക് അടുത്ത റൗണ്ടിൽ അടുത്ത ആൾ ജയിച്ചാലേ അത് കിട്ടൂ എന്ന് പറഞ്ഞു. ആ റൗണ്ടിൽ അവൻ തോറ്റത് കൊണ്ട് അത് പോയി. ഇന്നത്തെ ഗെയിമിൽ ഷാനവാസിന്റെ കയ്യിലാണ് ഗോൾഡ്. അപ്പൊ ഷാനവാസ് പറയുന്ന ഒരാൾ ജയിച്ചാൽ ഷാനവാസിന് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. പക്ഷേ ഷാനവാസ് പറഞ്ഞ ആൾ ജയിച്ചില്ല, അതുകൊണ്ട് ഷാനവാസിന് പണിഷ്മെന്റ് കിട്ടും. ഇന്നലത്തെ ഗെയിമിന്റെ എൻഡില് അവസാനം അക്ബറാണ് ഫസ്റ്റ് വന്നത്. അപ്പൊ ഫസ്റ്റ് വന്ന ആൾക്ക് ഡെസ്റ്റിനി കോയിനും ഗോൾഡ് കോയിനും ചൂസ് ചെയ്യാം. അപ്പൊ അക്ബർ ഡെസ്റ്റിനി കോയിൻ ചൂസ് ചെയ്തു. സെക്കൻഡ് വന്ന അഭിലാഷിന് ഗോൾഡ് കോയിൻ കൊടുത്തു. അപ്പൊ ഡെസ്റ്റിനി കോയിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇപ്പൊ രാത്രി നടക്കുന്ന ആ ഗെയിം ഉണ്ടല്ലോ, രാത്രിയിൽ പുറത്ത് കിടന്നുറങ്ങണം എന്നുള്ള, പുറത്ത് നിൽക്കണം എന്ന് പറഞ്ഞ 4 പേരെ സെലക്ട് ചെയ്ത് ആ ഗെയിമിൽ നിന്ന് ഒരാളെ അകത്തോട്ടാക്കിയിട്ട് അകത്തുള്ള ഒരാളെ ആ ഗെയിമിലേക്ക് വിടാം. സ്വാപ്പിംഗ് എന്നുള്ളൊരു ഓപ്ഷനാണ് ഡെസ്റ്റിനി കോയിന്റെ പ്രത്യേകത. അപ്പൊ അക്ബർ അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാല് ഷാനവാസിനെ അകത്തേക്കാക്കിയിട്ട് മുൻഷി രഞ്ജിത്തിനെ പുറത്തേക്കാക്കി. അപ്പൊ എല്ലാരും വിചാരിച്ചു, ഓ ഷാനവാസിനെ അകത്താക്കി. അതൊരു വിയേർഡ് മൂവ് ആയിരുന്നു. കാരണം ഒന്നാമത് ഷാനവാസ് ഇവന്റെ എനിമി, അപ്പൊ അവനെ രക്ഷിക്കേണ്ട ആവശ്യം എന്താ ഇവന്? പിന്നെ അതുപോലെ തന്നെ അപ്പാന് ശരത്തൊക്കെ ചോദിക്കുന്നത് പെമ്പിള്ളാരാണ് കുറച്ചും കൂടെ ഈസി ടാർഗറ്റ്. അപ്പം അകത്തുള്ള പെമ്പിള്ളാരിൽ ഒരാളെ പുറത്താക്കിയായിരുന്നു അവരെ ഇച്ചിരൂടെ എളുപ്പത്തിന് ഔട്ടാക്കായിരുന്നു. ഷാനവാസിനെ അകത്ത് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം അങ്ങോട്ട് മനസ്സിലായില്ല. അപ്പൊ അക്ബറിന്റെ റെസ്പോൺസ് എന്താന്ന് പറഞ്ഞാല് അവനൊരു ഹീറോയിക് പരിവേഷം കിട്ടുന്നുണ്ട്, അവനൊരു ഹീറോയിക് ഇമേജിൽ ജയിച്ച് മുന്നോട്ട് വരാൻ ഞാൻ അനുവദിക്കത്തില്ല. കാരണം ഇത്ര ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. ഇത്ര ദിവസം ഉറങ്ങാതൊക്കെ ഇരുന്ന് കഷ്ടപ്പെട്ട് എഫേർട്ട് ഇട്ട് അവൻ തിരിച്ചുള്ളി കയറിയാൽ അവനൊരു ഹീറോയിക് ഇമേജ് കിട്ടും. അത് കിട്ടാൻ ഞാൻ അനുവദിക്കത്തില്ല. അതുകൊണ്ടാണ് അവനെ ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ, പുള്ളി ഒരു പക വെച്ച് പുലർത്തുന്ന, ഒരു ഹേട്രഡ് ഇങ്ങനെ ഇത് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറാണ്. ഗെയിമിന് അത് ആവശ്യമാണ്, പക്ഷെ ഒരു ലെവലിൽ മതി, ഒരു കോമ്പറ്റീഷൻ ലെവലിൽ മതി. അല്ലാതെ അയാളങ്ങ് ഡിസ്ട്രോയ് ആവണം, അയാൾക്ക് ഒരു രീതിയിലുള്ള ഒരു ഇത് ഉണ്ടാവരുന്നിങ്ങനെ അങ്ങനെ ഒരു വൈൽഡ് രീതിയിൽ ആലോചിച്ച് ചെയ്യുന്ന ഒരാളായിട്ട് തോന്നും. അത് മേ ബി ചിലപ്പോൾ അയാളത് പറയുന്ന രീതിയും കൊണ്ടും ആയിരിക്കും. ഭയങ്കര അഗ്രസീവ് ആയിട്ടോ അങ്ങനെ എന്തൊക്കെയോ ആയിട്ടാണ് പുള്ളി അത് പറയുന്നത്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഷാനവാസിനെ അകത്തേക്കാക്കി മുൻഷി രഞ്ജിത്തിനെ പുറത്താക്കി. അതായിരുന്നു ആ ഡെസ്റ്റിനി കോയിൻ കൊണ്ട് അക്ബറിന് ചെയ്യാൻ പറ്റിയത്. ഇതെല്ലാം കഴിഞ്ഞിട്ട്, പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഷാനവാസ് തിരിച്ചു വന്നല്ലോ. ഷാനവാസ് വീണ്ടും പുള്ളിയുടെ മാനിപ്പുലേഷൻ ഗെയിം തുടങ്ങാന്ന് വെച്ചിട്ട് വന്നതാണ്. ഷാനവാസിന്റെ ഒരു പ്രശ്നമുണ്ട്. ഷാനവാസിന്റെ വിചാരം പുള്ളിയും ഹീറോ ആണ്, എല്ലാവരും ഹീറോസ് ആണ് ഈ കഥയ്ക്കകത്ത്. അപ്പം പക്ഷേ തൻ്റെതായ രീതിയിൽ ഹീറോ ആവാൻ ശ്രമിക്കുമ്പം ബാക്ക് ഫയർ ആയി പോവാണ്. ഷാനവാസിന് തുടക്കം തൊട്ടതാണ്. ആദ്യം പോയി അനുമോളെ കരയിപ്പിച്ച് നീ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞൊരു വലിയ സാധനം ക്രിയേറ്റ് ചെയ്ത് ബാക്ക് ഫയർ ആയി. നീ പറഞ്ഞത് കള്ളം അല്ലേടാന്ന് വന്നപ്പോഴത്തേക്ക് എല്ലാവരുടെയും ഇത് പോയി. അങ്ങനെ ഓരോ സ്റ്റെപ്പിലും പുള്ളി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ബാക്ക് ഫയർ ആവുകയാണ്. ഇന്നിപ്പോൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ ആക്ച്വലി ഉറങ്ങിയതായിട്ട് അഭിനയിക്കുമായിരുന്നു, ഞാനൊരു നടനാണ്, എനിക്കൊരു സൂപ്പർ എന്ന് വെച്ചാൽ ഞാൻ അഭിനയിക്കാൻ മിടുക്കനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബറിൻ്റെ അടുത്തൊക്കെ വന്ന് പറഞ്ഞു. അതായത് എന്നെ അങ്ങനെ ഈസി ആയിട്ട് ഞാൻ വെറുതെ അവിടെ പോയി കിടന്ന് ഉറങ്ങി അങ്ങനല്ല, ഞാൻ ഉറങ്ങാതിരുന്ന് ഞാൻ ആ ഗെയിം കളിക്കുമായിരുന്നു എന്നാണ് പുള്ളി പറയാൻ ശ്രമിച്ചത്. അതേ സമയത്ത് പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ആക്ച്വലി സപ്പോർട്ട് ചെയ്തതാണ്. പുള്ളി ഉറങ്ങിയപ്പോൾ അവർ ഉറങ്ങാതിരുന്ന് പുള്ളിയെ നോക്കി അങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ആ ഗെയിം കളിച്ചത്. അപ്പം എന്ത് ചെയ്തു? അക്ബർ ഓടിപ്പോയി
കൂടെ ഉണ്ടായിരുന്ന ആ പെൺപിള്ളാരുടെ അടുത്ത് പോയി പറഞ്ഞു, കണ്ടോ നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് പുള്ളിയെ നോക്കി അവിടെ ഇരുന്നപ്പോൾ പുള്ളി പറഞ്ഞത് ഞാൻ ഉറങ്ങിയില്ല, ഞാൻ അഭിനയിക്കുമായിരുന്നു എന്ന്. അപ്പോൾ അതൊരു ഡ്യുവൽ അഭിപ്രായമായി പോയില്ലേ. പുള്ളി നമ്മുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അവരുടെ അടുത്ത് അങ്ങനെ പറഞ്ഞു. അഗെയിൻ ബാക്ക് ഫയർ. കള്ളമല്ലേടോ താൻ പറഞ്ഞെന്ന് പറഞ്ഞ് പുള്ളിക്ക് മുട്ടം പണിയായി. ഈ സപ്പോർട്ട് ചെയ്ത പെൺപിള്ളേരൊക്കെ പുള്ളിക്ക് അഗേൻസ്റ്റ് ആയി. മറ്റവർക്ക് അതൊരു ചാൻസ് ആയി. കണ്ട ഇവൻ ഇങ്ങനാണ്, ഇവൻ വേസ്റ്റ് ആണെന്ന് വെച്ചാൽ പുള്ളിക്ക് ഹീറോയിക് പരിവേഷം ഒട്ടും കിട്ടാതെ പുള്ളി ഇങ്ങനെ വലിയൊരു കുന്നിന്റെ മണ്ടെന്ന് തള്ളി താഴെ ഇട്ട രീതിയിലുള്ളൊരു സന്തോഷമായിരുന്നു അക്ബറിന്. ഷാനവാസിന്റെ ഇന്നത്തെ ഈ ഗെയിം ആകെ നനഞ്ഞു പോയൊരു പടക്കം പോലെ ആയിപ്പോയി. ഷാനവാസ് പാവം മാനിപ്പുലേഷൻ കിങ് എന്നുള്ള ടൈറ്റിലൊക്കെ നമ്മളിങ്ങനെ തിരിച്ചെടുത്ത് അവിടെ വെച്ചു. മാനിപ്പുലേഷന് വേണ്ടി ട്രൈ ചെയ്യുന്ന കിങ് പക്ഷെ ബാക്ക് ഫയർ ആയി പോകുന്ന ഒരു പാവമായിട്ട് മാറിപ്പോയി ഷാനവാസ്. സമയത്താണ് ബിൻസിക്കൊക്കെ ഒരു ഫയർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായത്. ബിൻസിയൊക്കെ നല്ല കട്ടയ്ക്ക് തിന്ന് തിരിച്ചു പറഞ്ഞു, അതെന്ത് പരിപാടിയാ താൻ കാണിച്ചത്, നമ്മുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ അത്രയും ഉറങ്ങാതിരുന്ന് ബാക്കിയുള്ള പെൺപിള്ളേരൊക്കെ ഉറങ്ങാതിരുന്ന് തന്നെ സപ്പോർട്ട് ചെയ്തപ്പോൾ താൻ അത് അഭിനയമാണെന്ന് പറഞ്ഞപ്പോൾ അതെന്ത് പരിപാടിയാ കാണിച്ചതെന്ന് പറഞ്ഞ് നന്നായിട്ട് പുള്ളിക്കാരി അതിനെതിരെ സംസാരിച്ചു. അപ്പോൾ പുള്ളിക്കാരിക്കൊക്കെ ഒരു സ്പേസ് കിട്ടിയത് ഇന്നലത്തെ ആ ഇൻസിഡന്റ് കൊണ്ടാണ്. ഷാനവാസിന്റെ ആ ഒരു മാനിപ്പുലേഷൻ ബാക്ക് ഫയർ ആയതിന്റെ ഫലമായിട്ട് ബിൻസിക്ക് ഒരു സ്പേസ് കിട്ടി. അപ്പൊ ബിൻസി ഒക്കെ സംസാരിക്കുമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നോട്ടീസബിൾ ആവണം ആൾക്കാർ. ഇങ്ങനെ അവസരം കിട്ടിയാലേ നോട്ടീസബിൾ ആവാൻ പറ്റും. നന്നായിട്ട് സംസാരിക്കുന്ന, ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്ന അല്ലല്ലോ ഗെയിം, സംസാരിക്കണം, അപ്പോഴേ നോട്ടീസബിൾ ആവത്തുള്ളൂ. അങ്ങനെ ബിൻസിയൊക്കെ ഫയർ ആണെന്ന് നമുക്ക് ഇന്നലത്തെ അതിൽ മനസ്സിലായി. അടുത്തൊരു ടാസ്ക് വന്നു. ബിഗ് ബോസിന് കണ്ടിന്യൂസ് ഇങ്ങനെ ടാസ്ക് ആണ്, ആരും വെറുതെ ഇരിക്കുന്നില്ല. കുറച്ച് നേരം ആരെങ്കിലും ചുമ്മാ ഇരിക്കുമ്പോഴേക്കും അപ്പോഴത്തേക്കും പുതിയ ടാസ്ക് കൊടുക്കും. വേറൊരു ടാസ്ക് ആയിരുന്നു. ടാസ്കിലും അഗെയിൻ ജയിക്കുന്നത് അക്ബറാണ്. അക്ബറിന് നല്ലതായിട്ട് ഗെയിംസ് കളിക്കാൻ പറ്റും. പുള്ളി ഒരു പവർഫുൾ ആണ്. എനിക്ക് തോന്നുന്നു ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ളത് കൊണ്ടും സ്പീഡും ഉള്ളത് കൊണ്ടും എന്തോ ഒരു ഗെയിംസ് ഒക്കെ ജയിക്കുന്നുണ്ട്. അപ്പം അക്ബറാണ് ഈ ഗെയിമും ജയിച്ചത്. മണിപ്പൂരയിൽ പോകാനുള്ള എന്നുള്ളതാണ് ഈ ഗെയിം ജയിച്ചതിന് അക്ബറിന് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത്. ലാസ്റ്റ് ടൈമും അക്ബർ തന്നെയാണ് പോയത്. അപ്പം എനിക്ക് തോന്നുന്നു ഫിസിക്കൽ ആക്ടിവിറ്റീസിലെല്ലാം ഒരു സ്ട്രോങ് പേഴ്സൺ ആണ് അക്ബർ. എല്ലാത്തിലും ജയിച്ചു വരുന്നുണ്ട്. പക്ഷെ അക്ബറിന്റെ ഈ വർത്താനവും ഈ ഓവർ അഗ്രഷനും അതൊക്കെ ഒന്ന് കുറയ്ക്കുമായിരുന്നെങ്കിൽ ആൾക്കാർക്ക് കുറച്ചും കൂടെ പുള്ളി ഇഷ്ടപ്പെടുമായിരുന്നു. കാരണം നല്ലൊരു ഗെയിമറാണ്. പക്ഷെ മറ്റുള്ളവരോട് ഒരു ഹേറ്റഡ് വെച്ച് പുലർത്തുന്ന കാണുമ്പം എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് പുള്ളി ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല. എനിക്ക് ബാക്കി എല്ലാവരും ഇഷ്ടമാണ്. എനിക്ക് ഷാനവാസിന്റെ ഈ ഉടായ്പൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അതൊരു ഫൺ രീതിയിലായിരിക്കണം. അല്ലാതെ മറ്റൊരാളെ അങ്ങ് ഇല്ലാണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് ബിഹേവിയർ ആകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അക്ബർ വീണ്ടും വീണ്ടും ഷാനവാസിനെ എങ്ങനെങ്കിലും ഇതാക്കണം എന്നുള്ള ടൈപ്പ് വർത്താനമൊക്കെയാണ് പറയുന്നത്. അപ്പം പ്ലാനിങ് ചെയ്യുമ്പോഴും അത് ഔട്ട് ഓഫ് ദ ഗെയിം അവർ നിങ്ങൾക്ക് നോർമലി ഇരിക്കാൻ പറ്റണ്ടേ, അല്ലാതെ നിങ്ങൾ ബദ്ധ ശത്രുക്കളൊന്നും അല്ലല്ലോ. റൈറ്റ്, ആ ഇമേജ് ഉണ്ടാവരുത്. അതാണ് എനിക്ക് അക്ബറിനോട് തോന്നിയ ഒരു ഇംപ്രഷൻ എന്ന് പറയുന്നത്. കോൺവെർസേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടും അപ്പാനി ശരത്തും അക്ബറും കട്ട പ്ലാനിങ് ആണ്. ആരെ ഔട്ടാക്കണം, അതായത് ബാക്കിയുള്ളവരെ പുറത്താക്കണം, നമ്മളൊരു ടീം ആയിരിക്കണം, നമ്മളൊരു ബോണ്ട് ആയിരിക്കണം എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ അപ്പാനി ശരത്ത് പിന്നെയും കുറച്ച് ബോണ്ടൊക്കെ ചിന്തിക്കുന്ന ഒരാളായിരിക്കും. അക്ബർ അങ്ങനെ ആണെന്ന് എനിക്ക് യാതൊരു തോന്നലും ഇല്ല. അക്ബർ കിട്ടിയ അവസരത്തിന് മറ്റയാളെ കുഴി തള്ളിയിട്ട് ജയിക്കുന്ന ഒരാളാണ്. അപ്പം അനുസരിച്ചത് മനസ്സിലാക്കിയ പുള്ളിക്ക് കൊള്ളാം. എനിവേ ഇവരുടെ പ്ലാനിങ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നടക്കുന്നുണ്ട്. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ സ്റ്റേ ട്യൂൺ. സീ യു, ബൈ.